നമസ്കാരം. അയ്യന്റെ സ്വർണം കട്ടതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. റോബിഡിന്റെ കൊള്ളയേക്കാൾ ഞെട്ടിക്കുന്ന കൊള്ളയാണ് കേരളത്തിലെ സഖാക്കൾ നടത്തിയിരിക്കുന്നത്. നാം ആദ്യം അറിഞ്ഞത് ദ്വാരപാലക ശില്പത്തിലെ കൊള്ളയെക്കുറിച്ചാണ്. തുടർന്ന് കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്നതും നമ്മൾ ഞെട്ടലോടെ കേട്ടു. ഇന്നിപ്പോൾ അതുക്കും മേലെയാണ് കാര്യങ്ങൾ. ശബരിമലയിലെ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കട്ടുകൊണ്ടുപോയി കൊള്ളക്കാർ. 7 പാളികളിലെ സ്വർണം മുച്ചൂടം കട്ടു. കട്ടളപ്പാളികൾക്ക് മുകളിലുള്ള ശിവരൂപം, വ്യാളീരൂപം എന്നിവയിൽ പൊതിഞ്ഞ സ്വർണവും അടിച്ചുമാറ്റിയിരിക്കുന്നു. ഇത് ആരുടെയും ആരോപണമല്ല. SIT തന്നെ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് കൊള്ളയുടെ വ്യാപ്തി വ്യക്തമാകുന്നത്. എല്ലാം നടന്നത് 2019 കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത്. ഇനി എന്തൊക്കെ കട്ടെന്ന് കാത്തിരുന്ന് കേൾക്കുകയോ നിവൃത്തിയുള്ളൂ. എത്ര നാൾ സത്യമറിയാൻ നാം കാത്തിരിക്കണം? സർവം കള്ളന്മാരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നീക്കത്തെ പല തലത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തടയിടുന്നു എന്ന ആക്ഷേപം നിലനിൽക്കുമ്പോൾ എങ്ങനെ കൊള്ളയുടെ വ്യാപ്തി കൂടുതലായി നമുക്കറിയാനാകും? ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് അഭിലാഷ്, LDF നേതാവ് ശ്രീ ആയൂർ ബിജു, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ AK സാദിഖ് എന്നിവർ ചേരുന്നു. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു. കൊള്ളയെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണമെന്ന് നോക്കാം. ഞങ്ങൾ ഇന്നയാളെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നത് സാധാരണഗതിയിൽ ആരോടും അവർ നേരത്തെ പറയാറില്ല. അത് പ്രതിപക്ഷ നേതാവാണ് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചതായിട്ട് കണ്ടത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെ നേരത്തെ അവരറിയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഏതെങ്കിലും ഒരാളെ ചോദ്യം ചെയ്യുന്ന കാര്യം അതവരുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ്. സർക്കാരിനോട് ഒരു ഘട്ടത്തിലും അവർ അത്തരം അനുമതികൾ ചോദിക്കുന്നില്ല. കാരണം അവർ സ്വതന്ത്രമായി ചെയ്യേണ്ട കാര്യമാണ്. അത് അവർ സ്വതന്ത്രമായി ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അവർ ചെയ്ത കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് അറിഞ്ഞില്ല എന്നതിൽ പരിഭവപ്പെടുന്നത് എന്തിനാണ്? അവരവരുടേതായ ഡ്യൂട്ടി നിർവഹിച്ചു പോകട്ടെ. അതിനകത്ത് അവർക്ക് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള നടപടികളും സ്വീകരിച്ചു പോകട്ടെ. എന്തിനാണ് മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നത്? അതാണ് ഞങ്ങൾക്കതിലുള്ള നിലപാട്. അങ്ങ് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ശബരിമലയിൽ ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. അങ്ങയുടെ സർക്കാർ ഏൽപ്പിച്ചതാണ് പത്മകുമാറിനെ ആയാലും വാസുവിനെ ആയാലും ആ സ്ഥാനം. സ്വാഭാവികമായി അവരിങ്ങനെ ഒരു കേസിൽ പെടുന്നു, അവരിതിന്റെ ഗൂഢാലോചന നടത്തുന്നു എന്ന വിവരങ്ങൾ വരുന്നു. ആ സമയത്ത് മന്ത്രി എന്ന നിലയിൽ താങ്കൾ അന്നത്തെ മുഖ്യമന്ത്രി കൂടിയാണല്ലോ. കടകംപള്ളിയോട് ചോദിച്ചിരുന്നു CMA എന്താണെന്ന് സംഭവിച്ചത്, എന്താണ് ഉണ്ടായത് എന്ന കാര്യം? ഈ കാര്യത്തിൽ SIT അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കോടതിയുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരും. ആരോടും പ്രത്യേകമായി ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഏതൊക്കെ കാലത്താണ് സംഭവിച്ചതെന്ന് അന്വേഷണം നടക്കട്ടെ എന്ന്. നമ്മളെന്തിനാ അത്ര ധൃതിപ്പെടുന്നത്? അന്വേഷണം പൂർത്തിയാകട്ടെ. അന്വേഷണം പൂർത്തിയാകുമ്പോൾ മനസ്സിലാവുമല്ലോ. അന്വേഷണം അത് മനസ്സിലിരിക്കട്ടെ എന്ന്. അത് വ്യക്തമായല്ലോ. ചോദ്യത്തിന് അല്ല, അതിനാണല്ലോ ഞാൻ പറയുന്നത്. ചോദ്യത്തിന്റെ പൊരുൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്താ തർക്കിക്കുകയാണോ വേണ്ടത്? എന്നാ പിന്നെ ചോദിക്കണമെങ്കിൽ ചോദിക്കുക. ഇനി ഞാൻ പറയുന്നതിന് ശേഷം മാത്രമേ ഇദ്ദേഹം പറയാവൂ. നിങ്ങളതിന് ഉറപ്പുണ്ടാക്കണം. കാരണം ഇദ്ദേഹത്തെ ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ പലപ്പോഴായിട്ട് ഇവിടെ. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി പറയാൻ എന്തോ ഒരു അവകാശമുള്ള ആൾ എന്ന മട്ടിലാണ് അദ്ദേഹത്തെ കാണുന്നത്. ആ നില പൊതുവിൽ വാർത്താ സമ്മേളനത്തിൽ നല്ല കാര്യമല്ല. ആരായാലും പാലിക്കേണ്ട ചില മിനിമം രീതികളുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇദ്ദേഹം എന്തോ അതിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിനിടയിൽ പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അദ്ദേഹം പറയുന്നത് SITയുടെ അന്വേഷണം നടക്കട്ടെ എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെ കണക്ട് ചെയ്തോ അല്ലെങ്കിൽ CPMന്റെ മറ്റ് നേതാക്കളെ കണക്ട് ചെയ്തോ ചില ചോദ്യങ്ങൾ വരുമ്പോൾ തീർത്തും അസ്വസ്ഥനാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടത്. അദ്ദേഹം അവിടെ സംസാരിക്കുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടതാണ്. എല്ലാം SIT അന്വേഷിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ തരത്തിലാണ് ഇതിനെ ന്യായീകരിക്കാനുള്ള ശ്രമം നടത്തുമ്പോഴാണ് ഈ ഇത്തരം ചോദ്യങ്ങളോട് അസ്വസ്ഥത പുലർത്തുന്നതെന്നും നമ്മൾ ആ ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞു. നമുക്ക് ചർച്ചയിലേക്ക് കടക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രീ അഡ്വക്കേറ്റ് അഭിലാഷ്, ഇവിടെ ഇപ്പോൾ
മുഖ്യമന്ത്രി പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എല്ലാം SIT പരിശോധിക്കുന്നുണ്ടല്ലോ, ആ പരിശോധന നടക്കുന്നുണ്ടല്ലോ, ആ പരിശോധനയ്ക്ക് ഒടുവിൽ എല്ലാം തെളിയും, എന്താണ് നടന്നതെന്നെല്ലാം കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും ഇന്ന് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി അതിവേഗം വല്ലാത്ത രീതിയിൽ കൂടുന്നു എന്നുള്ളതാണ്. അതിൽ നമ്മൾ ആദ്യഘട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ കട്ടളപ്പാളിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യഘട്ടത്തിലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ പ്രഭാമണ്ഡലത്തിൽ സ്വർണവും കൊള്ളയടിച്ചു എന്നുള്ള വളരെ ഗൗരവമായ വിഷയമാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോഴാണ് ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നതും അതിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതും. എങ്ങനെ കാണാം? ഇതിൽ മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയും ആ ചോദ്യത്തിനോട് അസഹിഷ്ണുതയോടെയുള്ള പെരുമാറ്റവും അത് വർത്തമാനകാലങ്ങളിലും പഴയ കാലങ്ങളിലുമൊക്കെ കേരള പൊതുസമൂഹം കണ്ടിട്ടുള്ളതാണ്. ഏത് സമയത്താണ് പിണറായി വിജയന് അസ്വസ്ഥതയുണ്ടാകുന്നത്, പത്രക്കാരുടെ ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾക്കാണ് പിണറായി വിജയൻ അസ്വസ്ഥമായി മറുപടി പറയുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലെ പൊതുസമൂഹത്തിന് ആകെ അറിയാം. ഇവിടെ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും, മുഖ്യമന്ത്രി മനസ്സിലാക്കിയിട്ടുണ്ട്. ആ പത്രക്കാരുടെ ചോദ്യം ഇതായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ കാലത്താണല്ലോ, നിങ്ങളാണല്ലോ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും നിയോഗിച്ചത് നിങ്ങളാണല്ലോ, നിങ്ങളല്ലേ അതിന് മറുപടി പറയണം. അത്രയും മാത്രമേ ചോദിച്ചുള്ളൂ. അത് കേരളത്തിലെ പൊതുസമൂഹം കഴിഞ്ഞ ഏകദേശം 3 മാസക്കാലമായി നിരന്തരമായി ഈ ഗവൺമെൻറ്റിനോട് ചോദിക്കുന്ന കാര്യമാണ്. ഇവിടെ ആരാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ നിയമിച്ചത്, നിയന്ത്രിച്ചത് എന്ന് കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയല്ലേ അവരെ നിയമിച്ചത്, ഗവൺമെൻറ്റല്ലേ വച്ചത്. 2019 അതിനുശേഷം 2024 അയ്യൻ്റെ മുതൽ കട്ടുകൊണ്ട് പോയത് ആരുടെ കാലത്താണ്? അത് പിണറായി വിജയൻ്റെ കാലത്താണ്. ഒരിക്കൽ അതിലെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നെങ്കിൽ അടുത്ത് വന്നത് വാസവനാണ്. അപ്പോൾ ഈ 2 ദേവസ്വം വകുപ്പ് മന്ത്രിമാർക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് പത്രക്കാരോട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. ഉറക്കം നഷ്ടപ്പെടും, അത് സ്വാഭാവികമായി ഉള്ള കാര്യമാണ്. കാരണം കടകംപള്ളി സുരേന്ദ്രൻ്റെ കാലത്താണ് ആദ്യമായി പത്മകുമാറിനെ വയ്ക്കുന്നത്. പത്മകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കുമ്പോൾ അതിനോട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും ആരെയാണ് വെച്ച് വിജയകുമാറിന് 2 ദിവസമായി അറസ്റ്റിലായ വിജയകുമാർ എന്ന് പറയുന്നത് കടകംപള്ളിയുമായി അടുത്ത ആളാണ്. തിരുവനന്തപുരം ജില്ലയിൽ കടകംപള്ളിയുമായി അടുത്ത സംഘടനാ പ്രവർത്തന രംഗത്ത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്ന ആളാണ് ശ്രീ വിജയകുമാർ എന്ന് പറയുന്നത്. ആ വിജയകുമാർ കടകംപള്ളി സുരേന്ദ്രനുമായി വളരെ അടുത്ത ആളാണ്. മറ്റ് പലരെയും നിയമിക്കാൻ ശ്രമിച്ചപ്പോഴും കടകംപള്ളി സുരേന്ദ്രൻ ഇടപെട്ടിട്ടാണ് വിജയകുമാറിനെ ആ തസ്തികയിലേക്ക് വച്ചത് തന്നെ. അപ്പോൾ ആ വിജയകുമാറിൻ്റെ അറസ്റ്റോട് കൂടി അടുത്ത് ഏകദേശം എത്തിച്ചേരുന്നത് കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിച്ച കാര്യം ഇവരപ്പോൾ ഇപ്പോൾ പറയുന്നത് ചോദ്യം ചെയ്യാനുള്ള മൊഴിയെടുക്കാനാണ് വിളിച്ചതെന്നാണ്. അവർ പറഞ്ഞോട്ടെ, പ്രശ്നമില്ല. പക്ഷേ ആ ചോദ്യം ചെയ്യാൻ വിളിച്ച കാര്യം അത് പൊതുസമൂഹത്തിന് അറിയാതെ ഏകദേശം 3 ദിവസത്തോളം അത് മറച്ചു വയ്ക്കാൻ അവർക്ക് സാധിച്ചു. പ്രശാന്തിനെയും കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്തത് അത് മറച്ചു വയ്ക്കുവാൻ ഇവർക്ക് 3-4 ദിവസത്തോളം സാധിച്ചു. പക്ഷേ ഇപ്പോഴും വീണ്ടും കടകംപള്ളി സുരേന്ദ്രനിലേക്കും പ്രശാന്തിലേക്കും അന്വേഷണം എത്തുകയാണ്. അങ്ങനെ ഒരു ഭയം പിണറായി വിജയൻ മുഖ്യമന്ത്രിക്കുണ്ട്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിലും ഉള്ളത്. ഇവിടെ അയ്യൻ്റെ എന്ത് മുതലാണ്, എത്രത്തോളം സ്വർണമാണ് കട്ടത്, അതിൽ എത്രത്തോളമാണ് കണ്ടുകിട്ടിയത്, ഇനി കണ്ടുകിട്ടിയ സ്വർണം അത് ശബരിമലയിലെ സ്വർണം തന്നെയാണോ, ആ സ്വർണ്ണപ്പാളി തിരികെ ശബരിമലയിൽ എത്തിയോ, ഒരു അന്വേഷണവും ഒരിടവും എത്തുന്നില്ല. അതിനിടയ്ക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ട് കേരളത്തിലെ 2 IPS ഉദ്യോഗസ്ഥർ ഇടപെട്ടിട്ട് 2 ഇൻസ്പെക്ടർമാരെ കൂടെ ഈ അന്വേഷണ സംഘത്തിൽ വയ്ക്കുകയാണ്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുമായി വളരെ അടുത്ത ബന്ധമുള്ളവർ, ചില കാര്യങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്നവർ, അതുപോലെ തന്നെ സർവീസിൽ മികച്ച എൻട്രി ഇല്ലാത്തവരെ 2 പേരെ കൂടെ വയ്ക്കുവാൻ വേണ്ടി ഈ SITയിൽ വയ്ക്കുവാൻ വേണ്ടി ശ്രമം വച്ചു കഴിഞ്ഞു. അത് ഹൈക്കോടതി ജഡ്ജിമാർക്ക് സ്പെഷ്യൽ ബെഞ്ചിന് അറിയില്ലല്ലോ ആരൊക്കെയാണ് നമ്മൾ വയ്ക്കേണ്ടത്.
ആരൊക്കെയാണ് അവിടെ നമുക്ക് നിയോഗിക്കേണ്ടതെന്ന് അവർക്കറിയില്ല. അപ്പോൾ അവർ ചോദിക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിനോടാണ്, DGPയോടാണ് ചോദിക്കുന്നത്. അപ്പോൾ DGPയുടെ ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന വിവരമനുസരിച്ച് അങ്ങനെ വച്ചതിൽ വിവാദം വന്നതോടുകൂടി വെങ്കടേഷിന് തന്നെ അവരെ അതിൽ നിന്നല്ല മനസ്സിലാക്കുന്നത് ഒരു ഇടപെടൽ SITയുടെ മേലൊരു ഗവൺമെന്റിന്റെ ഒരു ഇടപെടൽ ഉണ്ട്. ഇന്നും മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസോ മറ്റോ ഓഫീസുകളോ ഒന്നും ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കൂ, പത്മകുമാറിന്റെ വാസുവിന്റെ അറസ്റ്റിന് ശേഷം ഒരു ലോങ് ഗ്യാപ്പ് ഉണ്ടായില്ലേ? കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് മുൻപായി മറ്റു അറസ്റ്റുകളൊന്നും ഉണ്ടായില്ലല്ലോ. വിജയകുമാറുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം ഉണ്ടായില്ലല്ലോ. ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ഇന്നിപ്പോൾ വിജയകുമാർ ദേവസ്വം ബോർഡ് അംഗം അറസ്റ്റിലായിട്ട് 4 ദിവസമായി. അദ്ദേഹം ഒളിവിലായിരുന്നു കുറച്ച് ദിവസം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം വിജയകുമാർ ഒളിവിലായിരുന്നു. അതിനുശേഷം മറ്റൊരു അംഗമുണ്ട്. അപ്പം അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായിരുന്നതുകൊണ്ട് അവരെ ആ അന്വേഷണം ഒരു മന്ദഗതിയിലായി എന്നൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് ആ അന്വേഷണ രീതികൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, ഞാൻ തിരിച്ചെത്താം. ശ്രീ ആയൂർ ബിജു, ഇവിടെ ഇപ്പോൾ ഈ സർവ്വതും കട്ടുകൊണ്ടുപോയി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന പ്രധാനപ്പെട്ട കാര്യം ഈ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും മോഷ്ടിച്ചു എന്നുള്ളതാണ്. 7 പാളികളിലെ സ്വർണ്ണമാണ് കൊള്ളയടിച്ചത്. അതിൽ ഈ കട്ടളപ്പാളികൾക്ക് മുകളിലുള്ള ശിവരൂപം, വ്യാളി രൂപം അടക്കം ഉള്ളവയെല്ലാം ആ സ്വർണ്ണം പൊതിഞ്ഞതെല്ലാം കട്ടുകൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ സർവ്വതും അവിടെ നിന്ന് ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലായി കൊണ്ടുപോയതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നത്. 2019 ഈ കാര്യങ്ങൾ അവിടെ നടന്നിരിക്കുന്നതെന്ന് കൃത്യമായി പുറത്തു വന്നിരിക്കുകയാണ്. അത് ആരും ഒരു പ്രതിപക്ഷത്തെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞതോ മറ്റൊന്നും അല്ല കേട്ടോ. അവിടെ പറഞ്ഞിരിക്കുന്നത് SIT തന്നെ ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം പ്രവർത്തികൾ ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടുപോയിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണോ? ഇവിടെ ജോയിനാരെ, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില വ്യക്തമായ ധാരണകൾ നമ്മൾക്ക് വേണം. ജയികൻ ടിവിയുടെ പ്രേക്ഷകർ ഇത് കേൾക്കുമ്പോൾ, ഇത് കാണുമ്പോൾ എന്താണ് എന്ന് നിങ്ങൾക്ക് അവരെ ബോധ്യപ്പെടുത്തുവാൻ സാധ്യമാകണം. ഇവിടെ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ വക്താവ് സൂചിപ്പിക്കുകയുണ്ടായി, അതിന് വിഭിന്നമാണെന്നേ. നോക്കൂ, പോറ്റിയെ കയറ്റി, എവിടെയാണ് പോറ്റിയെ കയറ്റി? ജൻപത്തിലാണ്. നിഷേധിക്കാൻ പറ്റുമോ? ക്ലിഫ് ഹൗസിലല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആസ്ഥാനത്ത് ഈ പോറ്റി കയറിയിട്ടില്ല. അതേസമയം ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് ഈ പറയുന്ന പോറ്റി കയറി. ആരൊക്കെയാണ് കൂടെയുള്ളത്? അടൂർ പ്രകാശും ഒപ്പം ബെന്നി ബെഹനാനും. വിഷ്വൽസ് നിങ്ങളുടെ കയ്യിലുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ കാണിക്കാം. ആ വിഷ്വൽസ് പ്രകാരം എങ്ങനെ ഈ പറയുന്ന പോറ്റി ഇന്ത്യ മഹാരാജ്യത്തെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരെ, സാധാരണക്കാരെ, ജനങ്ങൾ ആരാധിക്കുന്ന സോണിയാജിയുടെ വീട്ടിലെത്തി. അതിന് കൂടെ നിന്നവരെ കുട പിടിച്ചവരാര്? അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ. ഇന്ന് എല്ലാ ദിവസവും ഇടതുപക്ഷത്തിനെതിരെ താങ്കൾ ഈ ഇല്ലാത്ത പേരുകളൊന്നും എടുത്ത് അതിൽ ആവർത്തിക്കണ്ട. ശ്രീ ആയൂർ ബിജു, താങ്കൾ അതിലില്ലാത്ത പേരുകൾ ഓരോന്നായിട്ടൊന്നും എടുത്ത് ആവർത്തിക്കില്ല. ആ ദൃശ്യങ്ങളൊക്കെ എല്ലാവരും കണ്ടതാണ്. താങ്കൾ ഈ പറഞ്ഞു ജൻപത്തിലെത്തിയെന്ന്. സ്വർണം പോയത് ജൻപതൊന്നും അല്ല. സ്വർണം പോയത് എവിടെ നിന്നാണ്? സ്വർണം പോയത് ആയൂർ ബിജു, സ്വർണം പോയത് അല്ല. അതിനൊപ്പം വേറൊരു കാര്യം, ഈ സ്വർണം പോയ സമയത്ത് അടൂർ പ്രകാശ് മന്ത്രിയായിരുന്നോ? അല്ലെങ്കിൽ മറ്റല്ല ഈ കാര്യങ്ങളെല്ലാം ഈ അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നോ? അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അഭിലാഷേ, ഒരു മിനിറ്റ്. താങ്കൾ പറഞ്ഞപ്പോൾ താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരു കാര്യം പറയാം, പ്രിയപ്പെട്ട ജോയി നായർ, നിങ്ങളെ പ്രേക്ഷകർ കാണുന്നുണ്ട്. ഇവിടെ ഈ പറയുന്ന സ്ഥലത്തേക്ക്, അതായത് ജൻപത്തിലേക്ക് ഈ പറയുന്ന പോറ്റിയെ കൊണ്ടുപോയത് ആരാണ്? ബെന്നി ബെഹനാനും അടൂർ പ്രകാശുമാണ്. നിഷേധിക്കാൻ സാധ്യമാകുമെങ്കിൽ ഞാൻ നാളെ നിങ്ങളുടെ ചാനലിന് മുന്നിൽ വരാം. ഒരു ഡിബേറ്റിന്, ഒരു പബ്ലിക് ഡിബേറ്റിന്
ഞാൻ അഭിലാഷിനെ വെല്ലുവിളിക്കുന്നു. താല്പര്യമുണ്ടോ? അക്കാര്യത്തിൽ ഒന്നും ഒളിച്ചു വെക്കാനില്ലെന്ന് കോൺഗ്രസിന്റെ നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. എന്തിനെ അടൂർ പ്രകാശ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ്, നമുക്ക് ശ്രീ ആയുർ ബിജു, ഞാൻ പിന്നെ അഭിലാഷിലേക്ക് എത്താം. ശ്രീ ആയുർ ബിജു ഒരു നിമിഷം ഹോൾഡ് ചെയ്യൂ. ഞാൻ ശ്രീ അടൂർ പ്രകാശിലേക്ക് പോകുന്നു. ഞാൻ തിരിച്ചെത്താം. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. ഓക്കെ, തുടരൂ. ബിജു രമേശിന്റെ പങ്ക് ഞങ്ങൾ ആരോപിക്കുന്ന ബിജു രമേശ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. പണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനായിരുന്ന ഞങ്ങൾ ആദരണീയം KM മാണി സാറിനെതിരെ ആരോപണം ഉന്നയിച്ച ബിജു രമേശ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പങ്ക് കൂടി നിങ്ങൾ ഈ സമയത്ത് അന്വേഷണ വിധേയമാക്കണം. അല്ല, അപ്പോൾ ഈ കൂടെ നിന്ന് മുഖ്യമന്ത്രിയുടെ പങ്ക് ഒന്ന് അന്വേഷിക്കേണ്ടതല്ലേ? കൂടെ നിന്ന് മുഖ്യമന്ത്രിയുടെ പങ്ക് അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സോണിയാഗാന്ധിയുടെ പങ്ക് നമുക്ക് അതെന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കൂടെ നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ പങ്കും കൂടി ഒന്ന് അന്വേഷിക്കുന്നതിൽ താങ്കൾക്ക് വിരോധമുണ്ടോ? മുഖ്യമന്ത്രിയുടെ പങ്ക് കൂടി അന്വേഷിക്കണമെന്ന് പറയാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ? അല്ലെങ്കിൽ അതും കൂടെ ഒന്ന് ആകട്ടെ, ആ ഫോട്ടോയും കൂടെ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയാനുള്ള ധൈര്യം താങ്കൾക്കുണ്ടോ? അല്ലല്ല, അടൂർ പ്രകാശിന്റെ മകളുടെ അല്ലെങ്കിൽ മരുമകന്റെ ശ്രീ ആയുർ ബിജു വെറുതെ കാര്യങ്ങൾ ബാലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കല്ലേ. അങ്ങനെ തൂങ്ങില്ല. അങ്ങനെ തൂങ്ങാൻ പോണ ത്രാസല്ല. അങ്ങനെ തൂങ്ങാൻ പോകുന്ന ത്രാസല്ല. ബിജു രമേശിനും അല്ലല്ല, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ബിജു രമേശിന്റെ അടൂർ പ്രകാശിന്റെ ബന്ധുവായ ബിജു രമേശിന്റെ ഇടപെടൽ കൂടി നമുക്ക് അന്വേഷണ വിധേയമാക്കണം. തീർച്ചയായും എന്ത് വേണമെങ്കിലും അന്വേഷിക്കാന്നല്ലേ ഇവിടെ പ്രതിപക്ഷം പറയുന്നത്. SITക്ക് അതിനുള്ള അധികാരമില്ലേ? കോടതി നിരീക്ഷണമല്ലേ? ഈ കാര്യങ്ങൾ വരുമ്പോഴല്ലേ താങ്കൾ ഇതുപോലുള്ള ചിത്രങ്ങളുമായി, താങ്കൾ മാത്രമല്ല ഇടതുപക്ഷത്തെ നേതാക്കൾ ഇപ്പോഴും എവിടെ നോക്കിയാലും ഈ ചിത്രങ്ങളുമായിട്ട് നോക്കുക. അവർ അന്ന് ഞാൻ ജയിച്ചതുപോലെ അടൂർ പ്രകാശ് മന്ത്രിയായിരുന്നോ? അല്ലെങ്കിൽ ഏറെങ്കിലും ആ സമയത്ത് പദവി വഹിച്ചിരുന്നോ? കടകംപള്ളി സുരേന്ദ്രൻ ആയിരുന്നില്ല അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രി. 2019 ഇത് നടന്നു എന്ന് അവിടെ പറഞ്ഞ കണക്ക് കട്ടളപ്പാളികളും മറ്റ് കാര്യങ്ങൾ, ദ്വാരപാല ശില്പങ്ങളും മാത്രമല്ല, അവിടുത്തെ പ്രധാനപ്പെട്ട പല വസ്തുക്കളും ഇപ്പോൾ സ്വാമി അയ്യപ്പൻ തന്നെ അവിടെ ഉണ്ടോ എന്നുള്ള സംശയമാണുള്ളത്. അല്ല ജോയി നായരെ, നിങ്ങൾ കേൾക്കൂ, നിങ്ങളുടെ പ്രേക്ഷകർക്കെങ്കിലും ഇത് ബോധ്യപ്പെടണമല്ലോ. പ്രേക്ഷകർക്ക് എല്ലാം ബോധ്യപ്പെട്ടത് തെളിഞ്ഞില്ലേ? തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞു. നിങ്ങളുടെ പ്രേക്ഷകർക്ക്, ജയ്ഹിന്ദ് ടിവിയുടെ പ്രേക്ഷകരല്ല, കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും ഇത് നന്നായി തിരിഞ്ഞിട്ടുണ്ട്. അതെ, എനിക്ക് പറയാൻ നിങ്ങൾ സമ്മതിക്കൂ. നോക്കൂ, ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം. ഈ പറയുന്ന 2019 അതിന് മുന്നിലുള്ള കാലഘട്ടം പ്രയാർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആൾക്കാര് ദേവസ്വം ബോർഡിന്റെ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. അവിടേക്കാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ശരി, ഓക്കെ, ഞാൻ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്. ഞാൻ തിരിച്ചെത്താം, ദയവായി തുടരുക. ശ്രീ AK സാദിഖ്, ഇവിടെ ഇപ്പോൾ ഈ പറയുന്നത്, ഇപ്പോൾ എന്തെങ്കിലും ഇത്തരം വളരെ ഗൗരവമായ വിഷയങ്ങൾ വരികയും അതുമായി അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യം, ഇപ്പോൾ ഇന്ന് പുറത്ത് വന്ന കാര്യം ശരിക്കും പറഞ്ഞാൽ ആ വാർത്ത കേട്ടപ്പോൾ ഞെട്ടാത്ത ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വിശ്വാസികളായവർ എല്ലാം അത് കണ്ട് ഞെട്ടും. വിശ്വാസമില്ലാത്തവർക്ക് ഇതിലൊന്നും ഒരു വിശ്വാസവും കാണില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു നല്ലൊരു സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത് ജാതിമത ഭേദമന്യേ അത് ആ കാര്യം വളരെ ഗൗരവത്തോടെ കാണുന്നവർ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, അങ്ങ് എങ്ങുമുള്ളവർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം വളരെ ഗൗരവമായ വിഷയം അവിടെ നിന്ന് ഓരോന്നായി കളവ് പോയിരിക്കുകയാണ്, ഓരോ ഘട്ടങ്ങളിലായി കളവ് പോയിരിക്കുകയാണ്. 2024 അത് വീണ്ടും ഒന്ന് ആവർത്തിക്കാൻ ശ്രമിച്ചപ്പോഴാണ് സർവ്വതും പിടിയിലായത്. അപ്പോൾ ഈ ഒരു സാഹചര്യം ഉള്ളപ്പോഴും മറ്റ് തലത്തിലേക്ക് ഈ ചർച്ചകൾ കൊണ്ടുപോകാനും മറ്റെങ്കിലും ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാമല്ലോ എന്ന തരത്തിലേക്ക് പോയാൽ അത് എത്രത്തോളം വില പോകും? ഇവിടെ കേരളത്തിൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു സംഗതിയുണ്ട്. ഒരു പുതുവർഷമാകുമ്പോഴെങ്കിലും സ്വഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ ന്യൂനതകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി ഒന്ന് നന്നാകാൻ ശ്രമിക്കാം. അത് ചിലപ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ കാണൂ, വീണ്ടും പഴയതിനേക്കാൾ വഷളാകും. പക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നോക്കൂ, ഇന്ന് പുതുവർഷമായി പത്രസമ്മേളനത്തിൽ
അദ്ദേഹത്തിൻ്റെ ശൈലി കുറച്ചുകൂടി അസ്വസ്ഥമാകുന്നതും ചോദ്യം ചോദിക്കുന്നവരോടുള്ള സമീപനമൊക്കെ നമ്മളിപ്പോൾ കണ്ടില്ലേ? ഒരു മാറ്റത്തിനും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മുന്നണിയും പാർട്ടിയും തയ്യാറല്ല എന്ന വലിയ സന്ദേശമാണ്. ആ സന്ദേശം ഉൾക്കൊള്ളുന്ന നമ്മുടെ ചാനലുകളിൽ LDFനെ പ്രതിനിധീകരിക്കുന്നവർ തീർച്ചയായും അവരുടെ നിലപാടും ഇത്തരത്തിൽ ഒരു മാറ്റത്തിനും വിധേയമാക്കുകയില്ല. ഇവിടെ ഇപ്പോൾ വിഷയം എന്താ? 1-ാം തീയതി ഞെട്ടിക്കുന്ന വാർത്തയല്ലേ നമ്മൾ ഇന്ന് കേട്ടിരിക്കുന്നത്? ശിവരൂപം, വ്യാളീരൂപം ഉൾപ്പെടെയുള്ള ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത പാളികൾ ഉൾപ്പെടെ ഇനി അവിടെ ഒന്നുമില്ല എന്നുള്ള നിലയിലാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ജോയ് നായർ, ഈ തിരുവാഭരണം കമ്മീഷണറോടോ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനോടോ ഒക്കെ ചോദിക്കുന്നതിലും നല്ലത് ഈ ദേവസ്വം ബോർഡിൽ ആസ്തിയും സ്വർണവും ഒക്കെ എവിടെ എത്രയൊക്കെ ഉണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിച്ചാൽ മണിയായിട്ട് പറഞ്ഞു തരും. കാരണം പണ്ടെന്തൊക്കെ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്ന ആൾ ഒരു പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അപ്പോൾ ഈ ചോദ്യം ചെയ്യലുകൾ കുറേ കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി അവിടെ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് നമ്മൾക്കറിയേണ്ടത്. ഇവിടെ മറ്റൊന്ന് നോക്കുക. ഇപ്പോൾ ഈ അന്വേഷണം നടത്തുന്നത് SIT ആണ്. ഞങ്ങൾ ഇതിലൊന്നും ഇടപെടാറില്ല, അത് ഞങ്ങളുടെ ജോലിയല്ല എന്നൊക്കെ നമ്മളുടെ മുഖ്യമന്ത്രി പറയുന്നത് നമ്മൾ കേട്ടുവല്ലോ. അദ്ദേഹം പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയുമായിരുന്നപ്പോൾ തന്നെ ചില വിഷയങ്ങളിൽ പറഞ്ഞത് ഒന്ന് റീവൈൻഡ് ചെയ്ത് നമുക്ക് നോക്കാം. TP ചന്ദ്രശേഖരൻ്റെ വധം നടന്ന സമയത്ത് മാഷാ അള്ള സ്റ്റിക്കർ കണ്ടോണ്ടേ പറഞ്ഞു അത് ഒരു പ്രത്യേക വിഭാഗക്കാർ ഉപയോഗിക്കുന്നതാണ്. അന്വേഷണം അങ്ങോട്ട് വഴിയേറ്റിച്ച് വിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. മുത്തൂറ്റ് പോൾസൺ മരണപ്പെട്ടപ്പോൾ കത്തി ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗക്കാരനാണെന്നും പറഞ്ഞത് അദ്ദേഹമാണ്. ഇതെല്ലാം പോട്ടെ, ആഭ്യന്തര മുഖ്യമന്ത്രിയായിരുന്ന വരാപ്പുഴയിലെ ശ്രീജിത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞ എന്താ? ഹൃദയസ്തംഭനം മൂലമാണ് മരിച്ചതെന്ന്. ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തിയും വ്യക്തിയുടെ ഓഫീസുമാണോ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? അദ്ദേഹത്തിന് പോലും അത് പറഞ്ഞിട്ട് അദ്ദേഹം പോലും അത് വിശ്വസിക്കില്ലല്ലോ. അപ്പോൾ ഇടപെടുന്നുണ്ട്. ഇവിടുത്തെ ചോദ്യം ഇത്രയേ ഉള്ളൂ. SIT പലരെയും ഇതിനു മുമ്പ് വിളിക്കുമ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞു, മുന്നേ കൂട്ടി നോട്ടീസ് നൽകിയിട്ടുണ്ട്, വിളിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ എന്ന ദേവസ്വം മന്ത്രിയുടേതും പ്രശാന്ത് എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെയും ചോദ്യം ചെയ്യലോ മൊഴിയെടുപ്പോ മാത്രമാണ് ഇത് നടന്ന് 3 ദിവസം കഴിഞ്ഞിട്ടും പുറത്തു വരാതെ. അതും ശനിയാഴ്ച ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഞായർ തിങ്കൾ ദിവസങ്ങളിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുമ്പോൾ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റോ മുന്നണിയോ പോലീസോ ആരും തന്നെ ഇത് പുറത്തേക്ക് വിടുന്നില്ല. മറിച്ച് UDFൻ്റെ കൺവീനറായ ശ്രീ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തേക്കും, വിളിപ്പിക്കും എന്നൊക്കെ വ്യാപകമായി ഇന്ന് രാവിലെ മുതൽ നടക്കുകയാണ്. ഒരു കാര്യം നമ്മൾക്ക് ഉറപ്പായി, മുഖ്യമന്ത്രി ഈ പത്രസമ്മേളനം നടത്തുന്നത് ഒരു രീതിയിൽ നല്ലതാണ്. കാരണം അദ്ദേഹം എത്ര പൊതിഞ്ഞു പറഞ്ഞാലും വരികൾക്കിടയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾക്കറിയാൻ പറ്റും. എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇതിൽ ഇടപെടാറ് ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ SIT ഇതിനകത്ത് ഇടപെടാറില്ല എന്നുള്ളത് ഉറപ്പായി. SIT മുന്നേ കൂട്ടി പറയില്ല. അപ്പോൾ പിന്നെ ഈ വാർത്ത വന്നത് എവിടെ നിന്നാണെന്നുള്ളത് വളരെ നിസ്തർക്കമല്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇത്തരം വാർത്തകൾ പുറത്തേക്ക് വിടുകയാണ്. തെളിവുകളൊന്നും കാണില്ല. ഒരാളിനോട് പറഞ്ഞാൽ മതിയല്ലോ. അത് പറഞ്ഞാൽ ശ്രീ AK സാദിഖ് ഇന്നും ആ ഒരു വിഷയത്തിൽ തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതും അതുകൊണ്ടാകാമല്ലേ? ഈ വിഷയം ഒന്ന് മറ്റൊരു തലത്തിലേക്ക് വഴിതിരിച്ചു വിട്ട് ഇതിൻ്റെ ആ ഒരു വ്യാപ്തി ഒന്ന് കുറയ്ക്കാമെന്നുള്ളൊരു ധാരണ കൊണ്ടാകാമോ? ആണല്ലോ. അതായത് ഇപ്പോൾ പൂർണ്ണമായും സ്വർണം കട്ടതാരപ്പ പിന്നെ സഖാക്കളാണ് അയ്യപ്പ എന്നുള്ളത് 100% ഒരു അന്വേഷണമില്ലാതെ ജനം അംഗീകരിച്ചു, തെളിഞ്ഞു. ജനകീയ കോടതിയിൽ അത് തെളിഞ്ഞു. ആ തെളിഞ്ഞതിന് ഇനി വേറെ ആരെങ്കിലും, ഞാൻ മാത്രമല്ല മറ്റേതിനും കൂടെ ഉണ്ട് എന്നൊക്കെയുള്ള ബാലിശമായ ചില നടപടികളുണ്ടല്ലോ, ഇടപെടലുകളുണ്ടല്ലോ വ്യക്തിപരമായി. ഒരു ഗവൺമെൻറ്റാണ് ഇത് പറയുന്നത്. എന്താ പറയുന്നത്? സോണിയാഗാന്ധിയുമായി ഉണ്ണികൃഷ്ണൻ പോയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടില്ലേന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. ആ പറഞ്ഞതിന് ശേഷമാണ് ശ്രീ ഷിബു ബേബി ജോൺ കടകംപള്ളിയും
ബാംഗ്ലൂരിലെ എയർപോർട്ടിൽ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന ഫോട്ടോ. അത് കഴിഞ്ഞ് മറ്റൊരു ഫോട്ടോ വന്നപ്പോൾ അത് വ്യാജമാണെന്ന് പറഞ്ഞിട്ട് അവസാനം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഭീമ ജ്വല്ലറി നോക്കുക, ഈ ലൈഫ് ബോയ് എവിടെയോ അവിടെയാണ് ആരോഗ്യമെന്ന് പണ്ടൊരു പരസ്യമുണ്ട്. അതുപോലെ സ്വർണം എവിടെയോ അവിടെയുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഭീമ ജ്വല്ലറി ബാംഗ്ലൂരിൻ്റെ മാനേജർ മുതലാളി വന്ന് ഇവിടെ ഒരു ആംബുലൻസ് കൊടുക്കുന്നിടത്ത് ഈ പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം എന്ന് ചോദിച്ചാണ്. അവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്താ കാര്യം? ആരുടെ അടുത്താണ് നിൽക്കുന്ന? മുഖ്യമന്ത്രിയോട് ചേർന്ന് നിന്ന് താക്കോല് കൊടുക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അപ്പോൾ ഇത്രയും ലൈവായി കണ്ട ഒരു സംഗതിയെക്കുറിച്ച് അന്വേഷണം വേണ്ട. സോണിയാഗാന്ധിയുടെ കൂടെ എവിടെ നിന്നുള്ള ഫോട്ടോയാണോ, ഏത് വർഷത്തെ ഫോട്ടോയാണോ ഒന്നും അറിയില്ല. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. അപ്പോൾ എന്താ, യഥാർത്ഥ വിഷയത്തിൽ നിന്നും കുറച്ച് ദിവസത്തേക്കെങ്കിലും UDF-നെയും കോൺഗ്രസിനെയും കൂടെ ഒക്കെ ഒന്ന് മുൾമുനയിൽ SIT ചോദ്യം ചെയ്യുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ മൊഴിയെടുക്കുന്ന രണ്ട് വാക്കും എങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അതിനു മുമ്പ് മാധ്യമങ്ങളിലൂടെ വാർത്ത വരുത്തുന്നു. അതെ, അതായത് SIT വിളിക്കുന്നെങ്കിൽ വിളിച്ചോട്ടെ. അദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ, എപ്പോൾ വിളിച്ചാലും വരാം, നിങ്ങളെയും കൊണ്ടുപോകാം, അവിടെ ചോദിക്കുന്നത് മുഴുവൻ ലൈവായി പറയാം, ഞാൻ എങ്ങ് മൊളിച്ചോടി പോവുകയില്ല എന്ന് വളരെ അർത്ഥവത്തായിട്ടല്ലേ പറഞ്ഞത്. അപ്പോൾ വിളിക്കുന്നെങ്കിൽ വിളിച്ചോട്ടെ. അങ്ങനെ വരുമ്പോൾ തിരിച്ചൊരു കാര്യം കൂടെ, ഈ മുഖ്യമന്ത്രിയെ വിളിപ്പിക്കേണ്ടി വരും. കാരണം നിയമത്തിൻ്റെ മുന്നിൽ അടൂർ പ്രകാശും അതേപോലെ ആൻ്റണിയും കടകംപള്ളിയും പിണറായി വിജയനും അവരുടെ പദവികളും ഒന്നും വിഷയമല്ല. ഫോട്ടോയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് നിൽക്കുന്ന ആരൊക്കെ ഉണ്ടോ അതിൽ മരിച്ചുപോയവരെ ഒഴിവാക്കാം, ജീവിച്ചിരിക്കുന്ന ആരെല്ലാം ഉണ്ടോ അങ്ങനെയാണെങ്കിൽ അവരെ എല്ലാം. പക്ഷേ ഇത് ഈ ചാനലുകളിൽ LDF-ഉം അല്ലെങ്കിൽ CPM-ൻ്റെ ആൾക്കാരും പറയുന്നതല്ലാതെ SIT-ക്കും കോടതിക്കും ഒക്കെ ബുദ്ധിയും വിവരവുമുണ്ട്. അതുകൊണ്ട് അവർ ഇതിന് ശ്രമിക്കുന്നില്ല. ശ്രമിക്കുന്നെങ്കിൽ ശ്രമിച്ചോട്ടെ. ഇവിടെ ആരെങ്കിലും ഇന്ന് UDF-ൻ്റെയോ കോൺഗ്രസിൻ്റെയോ ആരെങ്കിലും പറഞ്ഞു അടൂർ പ്രകാശിനോട് ഒന്നും ചോദിക്കരുതെന്ന്? ചോദിക്കട്ടെ, എന്താണ് അറിയേണ്ടതെന്ന് ചോദിച്ചാൽ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ഭാഗത്തെ കൂടി ഈ ചർച്ച കൊണ്ടുപോയി പൊളിറ്റിക്കലായിട്ടുള്ള നേട്ടമുണ്ടാക്കാൻ നോക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ കണ്ടുവരുന്നത്. ഒരു കാര്യം കൂടി, ഈ മുഖ്യമന്ത്രി ഇന്നിപ്പോൾ അസഹിഷ്ണുത കാണിച്ചത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഇന്നലെ ശ്രീ വെള്ളാപ്പള്ളി കാണിച്ചത് കണ്ട് ഇദ്ദേഹം പഠിച്ചതാണോ, ഇദ്ദേഹത്തെ കണ്ട് അദ്ദേഹം പഠിച്ചതാണോ? എന്തായാലും രണ്ടുപേരും മാധ്യമങ്ങളോടാണ് അസഹിഷ്ണുത കാണിച്ചതെന്നും കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട്. ശരി, ഞാൻ അഭിലാഷിലേക്ക് എത്താം. അതിനു മുമ്പ് ശ്രീ ആയൂർ ബൈജുവിലേക്ക് ഒരിക്കൽ കൂടി പോകണം. അതിനു മുമ്പ് ശ്രീ അടൂർ പ്രകാശ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളൊന്ന് കേൾക്കാം. അതിനുശേഷം ശ്രീ ആയൂർ ബൈജുവിലേക്ക് എത്താം. അല്ല, SIT-യെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ അന്വേഷണം നടത്തുകയും അത് പുറത്തു കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ ആ SIT-യിൽ തന്നെ ചില ഉദ്യോഗസ്ഥന്മാർ ഇന്ന് അതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ബന്ധപ്പെട്ട് ഉള്ള നേതൃത്വം വഹിക്കുന്ന ആളിൽ നിന്നാണ് അതിനുള്ള അവസരം ഒരുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് ശരിയോ തെറ്റോ എന്നതിനെ കുറിച്ച് കൂടി നമ്മൾ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ പുതിയ 2 ഉദ്യോഗസ്ഥന്മാരെ കൂടി ഈ കാര്യത്തിൽ അവിടെ നിയോഗിച്ചിരിക്കുന്നു. ആ ഉദ്യോഗസ്ഥന്മാരുടെ പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ് എന്ത് എന്നതിനെ കുറിച്ച് കൂടി നമ്മൾ അന്വേഷണം നടത്തേണ്ടതാണ്. ഇനി അങ്ങനെ ഈ ഇന്ന് ഉള്ള ഒരു SIT-യുടെ അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ആണോ നടക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു സംശയം ഇന്ന് കടന്നുകൂടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിലും കോടതിയുടെ ഒരു നിരീക്ഷണത്തിൽ തന്നെ നടക്കുന്ന ഒരു അന്വേഷണം എന്നുള്ള നിലയിൽ അത് കൂടുതൽ സുതാര്യമായിരിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതിന് വേണ്ടുന്ന നടപടികൾ തീർച്ചയായും ഉണ്ടാകണം. ഇനിയും കൂടുതൽ അന്വേഷണവും കൂടുതൽ ആളുകളിലേക്കും ഇത്തരം കാര്യങ്ങൾ എത്തിച്ചേരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ഞാൻ ശ്രീ ആയൂർ ബിജു, ഇവിടെ ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഇതുമായി കാര്യങ്ങൾ ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെങ്കിലും അതിൽ സഹകരിക്കാമെന്നതടക്കം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ നോട്ടീസ് കിട്ടിയോ എന്നുള്ള കാര്യങ്ങളൊന്നും ചോദിക്കുമ്പോൾ അതിലൊന്നും തനിക്കിതുവരെ SIT-ൽ നിന്നും ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. ഇതാണ് സാഹചര്യം എന്നിരിക്കെയാണ് ഇത്തരം കാര്യങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ നേതാക്കൾ നേരത്തെ ശ്രീ സാദിഖ് ചൂണ്ടിക്കാട്ടിയതുപോലെ ചാനൽ ചർച്ചകളിൽ
വളരെ ഗൗരവത്തോടെ ഇങ്ങനെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള ചർച്ചയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥ വസ്തുതയിലേക്ക് വരാൻ പലപ്പോഴും നിങ്ങളുടെ ഇടതുപക്ഷത്തെ പ്രതിനിധികൾ ശ്രമിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. അവിടെ ഉയരുന്ന മറ്റൊരു ചോദ്യം, അപ്പോൾ എന്തിനാണ് ഇത്രയും ഒന്നുമില്ല ഒളിക്കാനില്ലെങ്കിൽ ഈ കടകംപള്ളി സുരേന്ദ്രൻ എന്തിനാണ് ഇങ്ങനെ ഈ വളരെ രഹസ്യമായി പോയി ഈ മൊഴി കൊടുക്കുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുകയോ ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തത്? 3 ദിവസം വരെ ഇതിനെക്കുറിച്ച് ഇത് പുറത്തു വരാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് എന്തിനായിരുന്നു? ഇവിടെ ജോയ് നായരെ, ഇവിടെ നമ്മുടെ ബഹുമാനായ അടൂർ പ്രകാശിന്റെ ഒരു വോയിസ് ക്ലിപ്പ് നമ്മൾ കേട്ടു. അവിടെ അദ്ദേഹം പറയുന്നുണ്ട് SIT-യിൽ കടന്നുകൂടിയിട്ടുണ്ട്. എങ്ങനെ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുസമൂഹത്തോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള ഈ ടീമിൽ എങ്ങനെ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കടന്നു കയറി? അതിന് മറുപടി പറയേണ്ട അദ്ദേഹം തന്നെയാണ്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പോ അല്ല അന്വേഷണം നടത്തുന്നത്. ആ സ്ഥലത്ത് ഞങ്ങൾ എങ്ങനെ കടന്നു കയറാൻ സാധ്യമാകും? അതാണ് ചോദ്യം. ഞങ്ങൾക്ക് ഒരിക്കലും അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയുടെ ഈ അന്വേഷണത്തെ ഞങ്ങളും തള്ളിക്കളയണ്ടേ? ഞങ്ങൾ അംഗീകരിക്കുന്നുവെന്നേ. അവിടെ ഞങ്ങളുടെ ഏത് പ്രതിനിധികൾ, അവിടെ ഞങ്ങൾക്ക് എന്ത് പ്രസക്തി? ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്ത് പ്രസക്തി? ഒന്നുമില്ലെന്നേ. അവിടെ തന്നെ നിങ്ങളുടെ വാദം തെളിയുകയാണ്, തെറ്റാണെന്ന് തെളിയുകയാണ്. ഞങ്ങൾക്ക് നേരത്തെ എനിക്ക് തോന്നുന്നു അഭിലാഷും ഇതേപോലൊരു വാദം ഉന്നയിച്ചു. SIT-ക്ക് അവിടേക്ക് ആളിനെ നിയോഗിച്ചിരിക്കുന്നത് ഹൈക്കോടതിയാണ്. ആ ഹൈക്കോടതി അന്വേഷണത്തെ നമ്മളെല്ലാവരും സ്വാഗതം ചെയ്യുമ്പോൾ അവിടെ ഞങ്ങളുടെ പ്രതിനിധികൾ ഉണ്ട് എന്ന് പറയുന്ന മൗഢ്യത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യമാകില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ ശ്രീ ആയൂർ ബിജു, ഇന്ന് H വെങ്കടേഷ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോക്ക് തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് തൽക്കാലം ഒന്ന് നോക്കിയതിന് ശേഷം ഉൾപ്പെടുത്തിയാൽ മതി എന്ന് പറയുന്നത് എന്തുകൊണ്ടാകാം? അല്ലെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്തിനാണ്? അല്ല, ഈ ചോദ്യം ഞാൻ താങ്കളോട് തന്നെ തിരിച്ചു ചോദിക്കുന്നു. എന്തിനാണ്? നോക്കൂ, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ കേരള സർക്കാരിനോ യാതൊരു വിധമായ ബാധ്യതയുമില്ല. ഇവിടെ കോൺഗ്രസ്സുകാരെ കൊട്ടിക്കൊഴിച്ചില്ലേ? ഇത് ഹൈക്കോടതിയുടെ കീഴിലുള്ള അന്വേഷണമാണ്. ഹൈക്കോടതിയാണ് ഇത് കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ എന്തിനാണ് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത്? ഒരു കാരണവശാലും ഈ അന്വേഷണത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പങ്കല്ല, ഒരു പങ്കാളികളുമല്ല. അപ്പൊ ഈ സ്വർണം ഈ മോഷ്ടിച്ചതും അന്നത്തെ ദേവസ്വം ബോർഡും ആ ഭരണത്തിലിരുന്നവരും ഒക്കെ ആരായിരുന്നു? ഇടതുപക്ഷത്തെ ആരും ആയിരുന്നില്ലേ? പത്മകുമാറും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരൊന്നും ഇതുമായി യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണോ? വെറുതെ പിടിച്ചിട്ടിരിക്കുകയാണോ? അല്ല, അതിലേക്കാണ് അടൂർ പ്രകാശിനെയും ബെന്നി ബെഹനാനെയും ഞങ്ങൾ കൊണ്ടുവരുന്നത്. ഒപ്പം അടൂർ പ്രകാശിന്റെ ബന്ധുവായ ബിജു രമേശ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ്. ഈ ബിജു രമേശുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ബിജു രമേശിന്റെ കോടാനുകോടി വരുന്ന സമ്പത്തിന്റെ ഉറവിടം, അവിടേക്ക് പോകണം നമ്മൾ. പൊതുജനം കാണട്ടെ. ഈ പറയുന്ന അടൂർ പ്രകാശിന്റെ മകനും ഈ പറയുന്ന ആളുമായിട്ടുള്ള ബന്ധം, ബിജു രമേശും അടൂർ പ്രകാശുമായിട്ടുള്ള ബന്ധം, താങ്കൾ പറയുന്നത് ശരി, താങ്കൾ പറയുന്നത് കേട്ടാൽ ഇതെല്ലാം ചെയ്തത് മറ്റുള്ളവരാണ്. നിങ്ങൾ ഇടതുപക്ഷത്തെ ആർക്കും ഇതുമായി യാതൊരു ബന്ധവും ഇല്ല, എല്ലാം നല്ല ആൾക്കാരാണ്, വെറുതെയാണ് ഇവരെയൊക്കെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നത്. അല്ല, ഞാന് മറ്റൊരു ചർച്ചയിൽ പറഞ്ഞു. ഇവിടെ ആര് തെറ്റ് ചെയ്തു? അത് ആയൂർ ബിജു ആണെങ്കിലും ഈ പറയുന്ന സാദിഖ് സാറാണെങ്കിലും അല്ലെങ്കിൽ അഭിലാഷ് ആണെങ്കിലും തെറ്റ് ചെയ്തവരാരോ അവര് എന്താണ് ശിക്ഷ ലഭിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു, ബ്ലൂട്ടസെ നീയും അവിടെ വാസുവാണോ പത്മകുമാറാണോ അല്ലെങ്കിൽ മറ്റൊരാളാണോ ആളാണോ എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഒരു ചോദ്യമല്ല. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നാലെ വേറെ ചില പേരുകളുണ്ട്. ജനാധിപത്യ മുന്നണിയുടെ നിയമങ്ങൾക്കും നിയതമായ വിഷയങ്ങൾക്കും എതിരെ
ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവര് ഞങ്ങൾ നിയമത്തിന് വിട്ടുകൊടുക്കുമെന്നേ. അവിടെ ഞങ്ങൾക്ക് യാതൊരു വിഷമമില്ല. നിയമത്തിന് വിട്ടുകൊടുക്കും, പാർട്ടിയിൽ നിന്ന് പുറത്താക്കില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണെങ്കിൽ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരെങ്കിലും ഉണ്ടാകുമോ? അങ്ങനെ ഒരു തെറ്റ് ചെയ്തവൻ അതും ഇതുമായി എന്താ ബന്ധം? അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ. അല്ല ജോയി നായർ, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു തെറ്റ് ചെയ്തവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇന്ന് ആരെങ്കിലും കാണുമോ? ആര് കാണും? കെ മുരളീധരൻ ഉണ്ടാവുമോ? AK ആന്റണി ഉണ്ടാവുമോ? അദ്ദേഹത്തിന് മകനുണ്ടാവും. താങ്കൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ശരി, താങ്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ശരി, ഞാൻ ഇടപെടുന്നു. താങ്കളിലേക്ക് വരാം. താങ്കളിലേക്ക് ചില ഒരു പഴഞ്ചൊല്ലുണ്ട്, ചോദിച്ചാൽ അതിന് ഉത്തരം മറ്റു തരത്തിൽ പറഞ്ഞ് വ്യാഖ്യാനിച്ചു വരുന്നത്. അതിപ്പോൾ ഒരു സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് ചർച്ച നോക്കിയാലും അരി എത്രയെന്ന് ചോദിച്ചാൽ പറയുന്നത് വേറെ ചില കാര്യങ്ങൾ. ശരി, ഞാൻ വരാം. ഞാൻ അടുത്ത ഘട്ടത്തിൽ താങ്കളിലേക്ക് വരാം. ശ്രീ അഭിലാഷ്, ഇതാണ് ന്യായീകരണമായി വരുന്നത്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലേ എന്നൊക്കെയുള്ള നിരന്തരം ചോദ്യങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി കേട്ട് മടുത്തതായതുകൊണ്ട് തന്നെയാണ് അത് വീണ്ടും ചോദിക്കാതിരിക്കുന്നത്. പക്ഷേ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നുണ്ട്, ഹൈക്കോടതി നിരീക്ഷണമുണ്ട്, അതെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പോസ്റ്റിംഗ് അടക്കം വരുമ്പോൾ അവിടെ എല്ലാം CPM ഫ്രാക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഒരു മിനിറ്റ്, ഇത് ആരാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത്? ഹൈക്കോടതിയല്ലേ? ആരാ കൊടുത്തത് അങ്ങോട്ട് ലിസ്റ്റ് കൊടുത്തത് ആരാ? ഹൈക്കോടതിക്ക് ബാധ്യതയുണ്ടോ? ആര് കൊടുത്ത ലിസ്റ്റാ? ആഭ്യന്തര വകുപ്പ് കൊടുത്ത ലിസ്റ്റാണ്. ശ്രീ ആയുർ ബിജു, താങ്കൾക്ക് ഇതെല്ലാം കൃത്യമായി അറിയാം. ഈ മറ്റൊരു കാര്യം കൂടി, ഈ ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവത്തിൽ കാര്യങ്ങൾ പറയുന്നു. ശരി, ഞാൻ വരാം. ശ്രീ അഭിലാഷ്, മറുപടി. ഇവിടെ ജോയി, ബിജുവുമായി ബന്ധപ്പെട്ട് ബിജുവിനോടൊപ്പം ഞാൻ ഈ ശബരിമല വിഷയത്തിൽ 3-4 ചർച്ചകൾ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ ചർച്ചകളിലും ബിജു പ്രതിരോധത്തിലാകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വർത്തമാനം പറയാറുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു നേതാക്കളെയും ഇനി ഇവിടെ പുറത്ത് കാണില്ല, അവരെയൊക്കെ സസ്പെൻഡ് ചെയ്യേണ്ടതെന്നൊക്കെ അതുപോലെ തന്നെയാണ് ഇപ്പോഴും പറയും. പക്ഷേ ഇതിലൊക്കെ പുതിയ ചില പേരുകൾ ബിജു പറയുകയുണ്ടായി. ബിജുവിന് അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. രമേശ് ചെന്നിത്തല ഒരു കാര്യം ഇവിടെ അന്ന് SITയുടെ മുന്നിൽ പറഞ്ഞു. അതുപോലെ എന്തെങ്കിലും ബിജുവിന് ആരുടെയെങ്കിലും കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കൂടെ ഉൾപ്പെടുത്തി അന്വേഷിക്കണമെങ്കിൽ നാളെ ബിജു ആയൂരൊന്ന് തിരുവനന്തപുരത്തേക്കൊന്ന് വരിക. DGP ഓഫീസിൽ പോയിട്ട് അല്ലെങ്കിൽ SITക്ക് മുന്നിൽ നിങ്ങളൊരു പരാതി കൊടുക്കുക. അതൊന്നും വേണ്ട, അവിടെ നിന്ന് ആയൂരിൽ നിന്നിട്ടൊരു ഇമെയിൽ ചെയ്താൽ മതി. അവർ അന്വേഷിക്കേണ്ടതാണെങ്കിൽ അന്വേഷിക്കും. ഇവിടെ നിങ്ങൾ ചോദിച്ച മറ്റൊരു കാര്യം, എങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചല്ലേ വയ്ക്കുന്നത്? പക്ഷെ ദേവസ്വം ബെഞ്ചിന് ഡയറക്റ്റായിട്ട് ഇൻസ്പെക്ടർമാർ തീരുമാനിക്കാൻ പറ്റത്തില്ലല്ലോ. കേരളത്തിലെ ഏതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അന്വേഷണ സംഘത്തിന് സഹായകരമായി നൽകേണ്ടതെന്ന് ലിസ്റ്റ് ചോദിച്ചത് ആഭ്യന്തര വകുപ്പിനോടാണ്. ആഭ്യന്തര വകുപ്പ് കൊടുത്ത 2 പേരുകളാണ് കളങ്കിതരായ 2 പേരുകളാണ് കൊടുത്തത്. മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് അടുത്ത ബന്ധമുള്ളവർ, അവരുടെ യൂണിയൻ്റെ ജില്ലാതല നേതാക്കളായിരുന്നവർ, മാത്രമല്ല പോലീസ് സേനയിൽ ഉദ്യോഗസ്ഥരായി തുടരാൻ നിയോഗിക്കാൻ സാധ്യതയില്ലാത്തവരെയാണ് അത് കൊടുത്തത്. ആ പേരുകളാണ് ആ അന്വേഷണ ഉദ്യോഗസ്ഥ തലവൻ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചത്. അപ്പോൾ ബിജു, ഇത് നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് കൊടുത്തതാണ്. പിന്നെ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞല്ലോ സോണിയാഗാന്ധിയോടൊപ്പം അടൂർ പ്രകാശ് കണ്ടു, മറ്റു ചില പേരുകളൊക്കെ പറഞ്ഞു. ശരി, ഇവിടെ കളവ് നടന്നത് 2011-ലോ 2014-ലോ ആണ് സോണിയാഗാന്ധിയെ കണ്ടു എന്ന് പറയുന്നത്, അടൂർ പ്രകാശ് കണ്ടു എന്ന് പറയുന്നത്. കളവ് നടന്ന് ഏത് കാലഘട്ടത്തിലാണ്? ഞാൻ പറയട്ടെ ബിജു, ആയുർ ബിജു, ഞാൻ പറയട്ടെ. ഏത് കാലഘട്ടത്തിലാണ് കളവ് നടന്നത്? ഒരു ചെറിയ ചെമ്പ് പാത്രമെങ്കിലും ശബരിമലയിൽ നിന്ന് 2011-ലോ 2014-ലോ കളവ് പോയോ? 2016-ന് ശേഷമല്ലേ നിങ്ങൾ അവിടെ കളവ് നടത്തിയത്? കടകംപള്ളി സുരേന്ദ്രൻ പത്മകുമാറിനെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കി വാസുവിനെ കൂടെ ചേർത്ത്, വിജയകുമാറിനെ കൂടെ ചേർത്ത് വച്ചു കൊടുത്തതിന് ശേഷമല്ലേ അവിടെ കളവ് നടന്നത്? 2019-ലെ കളവ് നടന്നത്. അയ്യൻ്റെ പൊന്നെന്നാണ് കളവായി കൊണ്ടുപോയത്. അപ്പോൾ UDFിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ, ശ്രീ VS ശിവകുമാർ ആഭ്യന്തര വകുപ്പ് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ എന്തെങ്കിലും കളവ് ശബരിമലയിൽ നടന്നു എന്ന് നിങ്ങൾക്ക് നാളിതുവരെ തെളിയിക്കാൻ സാധിച്ചോ?
അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏത് കാലഘട്ടത്തിൽ കയറ്റി എന്ന് നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചോ അല്ലെങ്കിൽ അന്വേഷിച്ചോ. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി ആര് കയറ്റിയെന്നോ എന്ന് കയറ്റിയെന്നോ എല്ലാം നിങ്ങൾ അന്വേഷിച്ചോ. പക്ഷേ ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്നും തെളിവായിരിക്കുന്നത് 2019-ലും 2024-ലുമാണ് അവിടെ നിന്ന് കളവ് നടന്നിരിക്കുന്നത്. അന്ന് ആരാണ് കേരളം ഭരിച്ചത്? ദേവസ്വം വകുപ്പ് ആരാണ് ഭരിച്ചത്? ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രി ആരായിരുന്നു? ദേവസ്വം വകുപ്പിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. നിങ്ങളുടെ മുൻ MLA അല്ലേ? നിങ്ങളുടെ CPM-ൻ്റെ നേതാക്കളല്ലേ? നിങ്ങൾ കളവ് നടത്തിയ CPM-കാരല്ലേ? അതിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കുന്നത്? ആ നേതാക്കൾക്കെതിരെ ഒരു നടപടി നിങ്ങൾ സ്വീകരിച്ചോ? ഈ ജനങ്ങൾ തന്നെ ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കെതിരായി വിധിയെഴുതിയില്ലേ കേരളം? എന്നിട്ടെങ്കിലും ആ നേതാക്കൾക്കെതിരെ ഒരു നടപടി ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഏരിയ കമ്മിറ്റിയിൽ ഒരു തരം താഴ്ത്തൽ നിങ്ങൾക്ക് നടത്താൻ സാധിച്ചോ? നടത്തില്ല. കാരണം പത്മകുമാറിനെതിരെ ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ പത്മകുമാർ പറയും ഇതിൽ ആരാണ് ദൈവതുല്യർ ആരാണ് എന്ന് പത്മകുമാർ പറയും. കഴിഞ്ഞ ദിവസങ്ങളിൽ വിജയകുമാർ പറഞ്ഞത് സഖാവ് പറഞ്ഞ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഏത് സഖാവെന്ന് പറഞ്ഞിട്ടില്ല. ഏത് സഖാവെന്ന് പറഞ്ഞ പത്മകുമാർ സഖാവാണോ കടകംപള്ളി സുരേന്ദ്രൻ സഖാവാണോ എന്ന് വിജയകുമാർ പറഞ്ഞിട്ട് സഖാവ് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇവിടെ വിജയകുമാറിന് ബന്ധമുള്ള സഖാവ് ആരാണ്? തിരുവനന്തപുരം ജില്ലയിലെ സഖാവ് എന്ന് പറയുന്നത് ആരാണെന്ന് ആയുർ ബിജു ആലോചിച്ച് മനസ്സിലാക്ക്. അത് പത്മകുമാറല്ല. വിജയകുമാറിന്റെ സഖാവ് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ അന്വേഷണം നീളുന്നത് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയിൽ നിന്നാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് ഇവിടെ ഓരോ ഫോട്ടോയിൽ സോണിയാഗാന്ധിയുടെ ചിത്രം എടുത്തു ഞങ്ങൾ നിഷേധിച്ചില്ലല്ലോ. ഇവിടെ രവാഡ ചന്ദ്രശേഖരൻ DGPയും മുഖ്യമന്ത്രിയും നിൽക്കുന്ന ചടങ്ങിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ എത്തി? അങ്ങനെയാണെങ്കിൽ അതുകൂടെ അന്വേഷിക്കണ്ടേ? സംസ്ഥാന DGPക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് ഞങ്ങൾ ആരോപിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ പങ്ക് കൂടെ അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആരോപിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി ആ ചിത്രത്തിലുണ്ടല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുഖ്യമന്ത്രി നിൽക്കുന്നുണ്ടല്ലോ, സംസാരിക്കുന്നുണ്ടല്ലോ. അതുകൂടെ അന്വേഷിക്കണമെന്ന് ഞങ്ങൾ പറയുന്നുണ്ടോ? അതുകൂടെ അന്വേഷിക്കട്ടെ എങ്കിൽ ഒരു ഫോട്ടോയിൽ വന്നു അല്ലെങ്കിൽ അയാളുമായി സംസാരിച്ചു എന്നതുകൊണ്ട് ഇവിടെ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണല്ലോ ഇവിടെ കളവ് നടന്നത്, മോഷണം നടന്നത്. ആരുടെ കാലത്താണ്? ഉമ്മൻചാണ്ടിയുടെ കാലത്താണോ മോഷണം നടന്നത്? മോഷണം നടന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ്. കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ്. പത്മകുമാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലാണ് കളവ് നടന്നത്. അയ്യൻ്റെ പൊന്ന് കട്ടുകൊണ്ടുപോയത് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോഴാണ് 2 തവണ കട്ടുകൊണ്ടുപോയത്. ഇവിടെ UDFിൻ്റെ കാലത്ത് എന്ത് കളവാണ് നടന്നത്? ഒരു വോട്ട് മാത്രം അവിടെ നിന്ന് കളവ് നടത്തിയെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? തെളിയിക്ക്. ഞങ്ങൾ വെല്ലുവിളിക്കുകയല്ലേ? നിങ്ങൾ പറഞ്ഞല്ലോ ഒരു ഓപ്പൺ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാ. ഫോട്ടോഗ്രാഫുകളുമായിട്ട് വാ. ഞങ്ങൾ ഓപ്പൺ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഒരു മിനിറ്റ്, ഞാൻ ശ്രീ ആയുർ ബിജു എന്തോ പറയുന്നുണ്ട്. നിങ്ങൾ ഈ ഫോട്ടോയുടെ ആധികാരികതയാണെങ്കിൽ പണ്ട് സരിതാ നായര് കേരളത്തിലെ ആരാധന മുഖ്യമന്ത്രിക്ക് പിറകിൽ വന്ന് സംസാരിക്കുന്ന ഫോട്ടോ ഉണ്ട്. വേണോ? കാണിക്കാം. പിണറായി വിജയൻ പറഞ്ഞ മറുപടി ഒന്ന് ആലോചിച്ച് മനസ്സിലാക്കിയിട്ട് സംസാരിക്കണം. പിണറായി വിജയൻ ആ ഫോട്ടോയിൽ പറഞ്ഞ മറുപടി ഇന്ന് കേരള സമൂഹത്തിനോട് പിണറായി വിജയൻ പ്രസംഗിച്ചത് കൂടെ ആലോചിച്ചിട്ട് ബിജു മറുപടി പറയണം. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ ചെവിയിൽ സരിതാ നായർ സംസാരിക്കുന്ന ഫോട്ടോ ഉണ്ട്, കാണണോ? അതെ ഉണ്ട്. ഞങ്ങൾ നിശ്ചയിച്ചില്ലല്ലോ. നിങ്ങൾ അന്വേഷണം നടത്തിയോ? നിങ്ങൾ CBI കൊണ്ട് അന്വേഷണം നടത്തിച്ചല്ലോ. ഉമ്മൻചാണ്ടി സാറിനെതിരെ CBIയെ കൊണ്ട് അന്വേഷണം നടത്തിയല്ലോ. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ, ബിജു രമേശിന്റെ പേര് പറഞ്ഞല്ലോ. ബിജു രമേശിനെ ടൂളായിട്ട് ഉപയോഗിച്ചതാരാ? CPM അല്ലേ? അഭിലാഷേ, ഈ ഏത് പ്രതിസന്ധി വരുമ്പോഴും ഇവർ ചില ഫോട്ടോയുമായിട്ട് വരും. നോട്ടെണ്ണുന്ന മിഷൻ ഉണ്ട് എന്ന് നിങ്ങളുടെ നേതാവ് ആയൂർ ബിജുവിന്റെ നേതാവിന് നോട്ടെണ്ണുന്ന മിഷൻ ഉണ്ടെന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാ. ബിജു അത് മറക്കരുത്. ബിജു ഇപ്പോഴത്തെ ആരാധ്യനായ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾക്കാരാണ് ശ്രീ ആ കാര്യങ്ങൾ പറഞ്ഞത്. ബിജു ഈ ബിജു രമേശിനെ മുന്നിൽ നിർത്തിയിട്ടാണ് ഇന്നത്തെ നിങ്ങളുടെ നേതാവായ ശ്രീ KM മാണി സാറിന് നോട്ടെണ്ണുന്ന മിഷൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിച്ചത് ബിജു രമേശിനെ മുന്നിൽ നിർത്തിയിട്ടാ. നിങ്ങൾ മറന്നു പോകരുത്. അത് മാർക്സിസ്റ്റ് പാർട്ടിയാ.
അത് നിങ്ങൾ മറന്നു പോകരുത്. വിരോധാഭാസമാണ് താങ്കൾ പറയുന്നത്. ശരി 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 യാഥാർത്ഥ്യമാണ് നിങ്ങൾ പറയുന്നത്. ശരി, ഞാൻ ശ്രീ ആയംബിജിലേക്ക് എത്താം. ശ്രീ എ കെ സാദിഖ്, ഇവിടെ ഇപ്പോൾ ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സാഹചര്യം, കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരിക്കുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തിലൊക്കെ ആയിരിക്കുന്ന ഒരു സമയത്താണ് ഇതിപ്പോൾ ഇതിൽ ഇങ്ങനെ മറുപക്ഷത്തിനും ഇതിൽ പങ്കുണ്ടെന്നൊക്കെ തരത്തിൽ വരുത്തി തീർക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ പ്രതിസന്ധികൾ വരുമ്പോൾ ഇത്തരം ഇപ്പോൾ നിരവധി ചില ഫോട്ടോകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ഫോട്ടോയുമായി ഇറങ്ങുന്ന ഈ ഒരു പ്രവൃത്തി അത് എത്രത്തോളം വിലപ്പോകുമെന്നാണ് താങ്കൾ കരുതുന്നത്? അത് ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞണം കുത്തുക എന്ന് പറയുന്ന ഒരു രക്ഷപ്പെടൽ ശൈലിയുണ്ട്. അത് എല്ലാ മേഖലകളിലുമുണ്ട്. അതിൻ്റെ ഒരു തനിയാവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ ജനങ്ങൾക്ക് ഇതല്ല എല്ലാ വിഷയങ്ങളിലും അത് കണ്ട് ബോധ്യം വന്നിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CMൻ്റെ ഓഫീസിൻ്റെ പവിത്രതയെക്കുറിച്ച് പറഞ്ഞുവല്ലോ കുറച്ച് മുമ്പേ. ആ CMൻ്റെ ഓഫീസിൽ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി 90 ദിവസം ജയിലിൽ കിടന്ന ഒരു ഓഫീസാണ്. ആ ഓഫീസിൻ്റെ മഹത്വമാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ ശ്രീ ആയൂർ ബിജു ഈ വടി കൊടുത്ത് അടി വാങ്ങുക എന്ന് പറയുന്നത് പോലെ ഈ സരിതയുടെ കാര്യമൊക്കെ പറയുന്നത് അദ്ദേഹം പ്രതിരോധത്തിലാവുകയുള്ളൂ. മുഖ്യമന്ത്രിയായ ഇപ്പോഴത്തെ ശ്രീ പിണറായി വിജയൻ അന്ന് പറഞ്ഞത്, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോൾ പുറകിൽ ഒരു സ്ത്രീ വന്ന് ചെവിയിൽ എന്തോ പറയുന്നു, നമ്മളൊക്കെ ആണെങ്കിൽ മുമ്പിൽ നിന്നല്ലേ എന്തെങ്കിലും നിവേദനം സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഡിപ്ലോമാറ്റുമായിട്ടുള്ള ഏതെല്ലാം സാഹചര്യങ്ങളിലുള്ള നമ്മൾ കണ്ടു. അതും പോകട്ടെ, ശ്രീരാമകൃഷ്ണൻ എന്ന് പറയുന്ന പഴയ സ്പീക്കർ ഈ നെടുമങ്ങാട്ട് കാർബൺ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു പൊല്യൂഷൻ സെൻറ്ററിൻ്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ് ഇറങ്ങി അങ്ങോട്ട് പോകാൻ ആ സ്ഥലത്ത് നമ്മളുടെ സ്വപ്ന സുരേഷ് ഇന്നപ്പോൾ തോളിൽ പിടിച്ചത് ലൈവായിട്ട് ഇപ്പോഴും കിടപ്പുണ്ട്. അതിനെക്കുറിച്ച് എന്താ ഒന്നും പറയണ്ടേ? അപ്പോൾ തിരിച്ചടികൾ, ഈ കള്ളം പറഞ്ഞാൽ തിരിച്ചടി കിട്ടും. ഇനി അദ്ദേഹം ആ പറയുന്നതൊക്കെ ശരിവെക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പഴയ നേതാവ് മരിച്ചുപോയ മാണി സാറ് കോഴമാണിയും വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രവുമൊക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞതും കൂടി സത്യമാണെന്ന് അങ്ങ് പറഞ്ഞാൽ ഇദ്ദേഹം ഈ കോടതിയിൽ സാക്ഷികൾ കൂറുമാറുന്ന കണക്ക് ഇദ്ദേഹം കൂറുമാറിയതായിട്ട് നമ്മൾക്ക് പ്രഖ്യാപിക്കേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹം ഈ എങ്ങനെയെങ്കിലും ഇവരെ ന്യായീകരിക്കാൻ വേണ്ടി പലതും പറയുകയാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CPMൻ്റെ അല്ലെങ്കിൽ LDFൻ്റെ ഇത്തരത്തിലുള്ള ചർച്ച വരുമ്പോൾ ഇവരെടുക്കുന്ന നിലപാടെന്താ? ഇവരാദ്യം എടുത്ത ഒരു നിലപാട് ബൈജു, KS ബൈജു എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ പേര് വന്നപ്പോൾ പറഞ്ഞു അവിടുത്തെ കോൺഗ്രസിൻ്റെ സർവീസ് സംഘടനയുടെ നേതാവാണെന്ന്. അതൊരു G ബൈജുവാണ്. അവിടം പൊളിഞ്ഞു. രണ്ടാമത് അരുൺകുമാർ എന്ന് ചാനൽ ചർച്ചയിൽ വന്ന് CPMന് വേണ്ടി ഘോരഘോരം വാദിക്കുന്ന DYFI നേതാവ് ശ്രീകുമാർ എന്ന് പറയുന്ന CPMൻ്റെ അവിടുത്തെ സർവീസ് സംഘടനയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു മുൻ മന്ത്രി VS ശിവകുമാറിൻ്റെ സഹോദരനാണെന്ന്. അദ്ദേഹത്തിൻ്റെ പേര് ജയകുമാർ എന്നാണ്. അപ്പോൾ ഈ എന്തെങ്കിലും ഒരു പേര് കേട്ടാൽ, ഈ കാള പെറ്റു എന്ന് കേട്ടാൽ കയറെടുക്കുന്നത് പോലെ ഇവരൊക്കെ എങ്ങനെ ഇത് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നേതാക്കന്മാരിലേക്ക് വഴിതിരിച്ചു വിടാമെന്നുള്ള ഒരു ചിന്തയാണ് നടക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച്, നമ്മളുടെ ദേവസ്വം ബെഞ്ചും മറ്റ് ബെഞ്ചുകളും എല്ലാം ഒരു കാര്യം പറഞ്ഞു, ഇത് വെറും ഒരു കൊള്ളയല്ല, സംഘടിത കൊള്ളയാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ വിഷയം സെപ്റ്റംബറിൽ തുടങ്ങിയതാണിത്, 100 ദിവസത്തിനപ്പുറമായിരിക്കുന്നു. ഇപ്പോഴും അതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെയും ഈ യഥാർത്ഥ ശില്പങ്ങളും സ്വർണവുമൊക്കെ എവിടെയുണ്ടെന്ന് ഇപ്പോഴും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ആദ്യം നമ്മൾ കട്ടളപ്പാളി, അത് കഴിഞ്ഞ് ദ്വാരപാലക ശില്പങ്ങൾ, പിന്നീട് വന്നപ്പോൾ അഷ്ടദിക്പാലകർ, അതുപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള വാജി വാഹനം, ആലില മണി, യോഗദണ്ഡ്, രുദ്രാക്ഷമാല, ഇപ്പോഴോ ശിവശില്പം, വ്യാളി ശില്പം, അതേപോലെ ദശാവതാരങ്ങളുടെ ആലേഖനം ചെയ്ത പാളികൾ, ഒന്നൊന്നൊന്നായി ഇത്രയും സംഗതികൾ അടിച്ചു മാറ്റണമെങ്കിൽ എത്ര സംഘടിതമായി ഗൂഢാലോചന നടത്തിയതാണ്. ഒരു കള്ളനാണെങ്കിൽ വന്ന് കയ്യിൽ കിട്ടുന്ന ഏതെങ്കിലും 1-2 സാധനങ്ങളല്ലേ എടുത്തുകൊണ്ട് പോവുകയുള്ളൂ. ഇവിടെ ഇങ്ങനെ തുടർച്ചയായി നിരന്തരം 19 മുതൽ 24 വരെയുള്ള 5 വർഷം കൊണ്ടാണ് ഇത്രയും സംഗതികൾ പോയിട്ടുള്ളത്. അങ്ങനെ പോകുമ്പോൾ സംഘടിതമായ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളുമൊക്കെ മുന്നേ കൂട്ടി ഒപ്പിച്ചു വെച്ചിട്ടാണ് ഈ നടത്തിയത്. ഇനി മറ്റൊന്ന്, ഇവർ വളരെ ബുദ്ധിമാന്മാരാണ്. കാരണം എന്താ, ഇവർക്കറിയാം ഇതിൽ നിന്നും
1 ഗ്രാം സ്വർണം അടിച്ചുകൊണ്ട് പോയാലും 1 കിലോ അടിച്ചുകൊണ്ട് പോയാലും കൂട്ടത്തോട് അടിച്ചുകൊണ്ട് പോയാലും ശിക്ഷ ഒന്നാണ്. ഈ ചില ബിരുദന്മാർ ഈ പീഡിപ്പിച്ചാൽ ഒരു തവണ പീഡിപ്പിച്ച് നിർത്തില്ല, 1, 2, 3 വർഷം പീഡിപ്പിക്കും. സംഗതി ശിക്ഷ വന്നാൽ എങ്ങനെയായാലും ജയിലിൽ കിടക്കണം. അതേപോലെ ഈ അടിച്ചു മാറ്റുന്ന ഈ ടീമിന് അറിയാം, ഇതിലേതെങ്കിലും ഒരു സാധനം കൊണ്ടുപോയാലും ഇതെല്ലാം കൊണ്ടുപോയാലും ശിക്ഷ ഒന്നാകും. എന്ന് മാത്രമല്ല, ശിക്ഷയെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. കാര്യമെന്താ? ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തിൽ, അതേപോലെ ദേവസ്വം ബോർഡിൻ്റെ സംവിധാനത്തിൽ നിന്നുമെല്ലാം രക്ഷ നേടാമെന്നുള്ള ഒരു അമിത വിശ്വാസം. ഏതുപോലെ ഇപ്പോൾ ഇടതുപക്ഷം തോറ്റ ചരിത്രം കേട്ടിട്ടില്ല, പഞ്ചായത്തിൽ തോറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗതികെട്ട് അണികൾ തന്നെ തോറ്റു, ഇനിയും നാണമില്ലേ എന്ന് പറഞ്ഞപ്പോൾ പറയുന്നത് എന്താണ്? നമ്മൾ സാങ്കേതികമായി ചെറിയ ഒരു തോൽവി വന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ ഇവർ ദയനീയമായി ഈ കൊള്ള നടത്തിയതിൻ്റെ പിന്നിൽ സംഘടിതമായി CPMൻ്റെ സഹായമുണ്ട് എന്നുള്ളത് തെളിയുമ്പോൾ, ഉത്തരം മുട്ടുമ്പോൾ ഇവിടെ മറ്റ് പല കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെയും നേരെയായിട്ട് ഇവർ മാറുകയാണ്. പിന്നെ ഈ പല നേതാക്കന്മാരുടെ പേര് പറയുന്ന ഈ ആരുടെയെങ്കിലുമൊക്കെ കുറേ പേരുകൾ വിളിച്ച് പറഞ്ഞാൽ രക്ഷപ്പെടാമെന്നുള്ള ഒരിത് പണ്ട് സ്മാർത്ത വിചാരം എന്ന് പറഞ്ഞ ഒരിതുണ്ടായിരുന്നു. അവിടെ രാജാവ് അടക്കം ഇങ്ങോട്ട് ഓരോരുത്തരുടെ പേര് പറഞ്ഞു വന്നിട്ട് അവസാനം ഈ ജഡ്ജി ഇവരെ ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലായത് എന്താണെന്ന് വെച്ചാൽ ജഡ്ജിയുടെ പേര് കൂടെ കയറി പറഞ്ഞു പോകുമെന്ന് പറഞ്ഞ് പേടിച്ചിട്ട് ജഡ്ജി വെറുതെ വിട്ടതുപോലെ കുറേ പേരുകൾ പറഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയില്ല. ആ പേരുകാരുടെ എല്ലാം പേരിൽ എന്തന്വേഷണം വേണേലും നടക്കട്ടെ. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി നമ്മളുടെ പിണറായി വിജയനല്ലേ. ഈ ബിജു രമേശിനോട് അദ്ദേഹത്തിന് എന്തെങ്കിലും വ്യക്തിപരമായ സ്നേഹമോ വിരോധമോ അതവിടെ ഇരിക്കട്ടെ. ബിജു രമേശിനെതിരെ നേരത്തെ ശ്രീ അഭിലാഷ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് തെളിവുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ചെയ്തതുപോലെ ആർജവത്തോടെ ഒരു പരാതി കൊടുക്കാൻ കഴിയാതെ വെറുതെ വന്നിരുന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഈ ഗവൺമെൻറ്റിനെയും മുന്നണിയെയും കൂടുതൽ വെട്ടിലാക്കുകയുള്ളൂ. എന്തിനാണ് ഇവിടെ നമ്മളുടെ പഴയ ഈ CPMൻ്റെ മുഖ്യമന്ത്രിമാർ ഏറ്റുമാനൂരിലെ ദേവസ്വം അവിടുത്തെ തിരുവാഭരണം മോഷണം പോയപ്പോൾ അദ്ദേഹം നർമ്മത്തിൽ കൂടെ ആണെങ്കിലും ചോദിച്ചത് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തതാണ്. സ്വന്തം തിരുവാഭരണം പോലും സൂക്ഷിക്കാൻ കളവ് പോകാതെ നോക്കാൻ കഴിയാത്ത വ്യക്തിക്ക് എന്ത് ദിവ്യത്വം അദ്ദേഹത്തിൻ്റെ അടുത്താണോ ബാക്കിയുള്ളവർ മുഴുവൻ വന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞത്? ഹാസ്യത്തിലാണ് പറഞ്ഞതെങ്കിലും ദൈവത്തിൽ ഒരു വിശ്വാസവുമില്ല എന്ന് തെളിയിക്കുന്നത് പോലെ ഇപ്പോൾ അദ്ദേഹമില്ലാത്തത് കൊണ്ട് വേറെ ആരെങ്കിലും പരസ്യമായി ഇതുവരെ പറഞ്ഞിട്ടില്ല. അയ്യപ്പന് ശക്തിയുണ്ടെങ്കിൽ ഇത്രയും സംഘടിതമായ കൊള്ള നടത്തുന്നത് എന്തുകൊണ്ട് തടയാൻ കഴിഞ്ഞില്ല എന്നും കൂടി ഇവർ ചോദിച്ചു വെക്കുമ്പോൾ ചിത്രം പൂർത്തിയാവും. ഇവർ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. ഒരു 4 മാസവും കൂടി ഈ പുതുവർഷത്തിൽ ഒരു മാറ്റത്തിനും തയ്യാറാകാതെ മുന്നോട്ട് പോകണം. അങ്ങനെ പോയാൽ ഒരു സംശയം വേണ്ട, 4 മാസവും കൂടെ കഴിഞ്ഞ് ഇവിടെ ഭരണമാറ്റമുണ്ടായി പുതിയ സംവിധാനം കൂടി വരുമ്പോൾ ഒറ്റ വരി കൂടി ഈ 2 പോലീസുകാരുടെ കാര്യത്തിൽ നേരത്തെ ഇവിടെ ഒരു കാര്യം പറഞ്ഞുവല്ലോ, അവരെങ്ങനെ നിയോഗിക്കപ്പെട്ടതായാലും ഒരാൾ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ നേതാവാണ്. അത് UDF ആകുമ്പോൾ UDFന് ഏറ്റവും പൊളിറ്റിക്കൽ താല്പര്യമുള്ള ആൾ അതിൻ്റെ പ്രസിഡൻ്റാവും. CPM ആകുമ്പോൾ അതിൻ്റെ ആളാകും. അതാണ് ഒരാൾ. രണ്ടാമത്തെയാൾ കൊല്ലം കിളിയല്ലൂർ TK കോളേജിൽ നിൽക്കുന്ന പോലീസ് സ്റ്റേഷനിൽ ഒരു സൈനികൻ്റെ വിരൽ ഒടിച്ചിട്ട് നീ ഇനി കാഞ്ചി വലിക്കുന്നത് കാണണം എന്ന് പറഞ്ഞ പ്രതിയാണ്. ഇവരെ ഷേഡി ക്യാരക്ടറാണെന്ന് കോടതി അറിയുന്നു. കോടതിയിൽ 2 പേരുകൾ കൊണ്ടു കൊടുക്കുക. നേരത്തെ ആയൂർ ബിജു ചോദിച്ചു ഹൈക്കോടതിക്ക് അറിയില്ലെന്ന്. പിന്നെ കേരളത്തിലെ സർവ്വ പോലീസുകാരുടെയും ബയോഡേറ്റ വെച്ചോണ്ടല്ലേ ഹൈക്കോടതിയിലെ ജഡ്ജിമാരിയ്ക്കുന്നത്. ഈ പരാതിയും ആക്ഷേപവും ഉന്നയിച്ചപ്പോൾ അത് അന്വേഷിച്ചപ്പോൾ ആ അന്വേഷണത്തിൽ ഇത് സത്യമാണെന്ന് കണ്ടെത്തി. അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് IG വെങ്കടേഷ് എന്ന് പറയുന്ന IPSകാരൻ അവരെ 2 പേരെയും മാറ്റി നിർത്താൻ പറഞ്ഞത്. ആ ഒറ്റ കാരണത്താലാണെന്ന് ശ്രീ ആയൂർ ബിജു എത്ര ഒച്ച വെച്ച് പറഞ്ഞാലും ഒരാൾ പോലും അങ്ങയുടെ പാർട്ടിയിലുള്ള ഒരാൾ പോലും അങ്ങ് പറയുന്ന വിശ്വസിക്കില്ല. ഷേഡി ക്യാരക്ടറുള്ള ഈ 2 പേരെ മാറ്റി നിർത്തുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ശരി, ശ്രീ ആയൂർ ബിജു, താങ്കൾ ചില പേരുകളൊക്കെ പറഞ്ഞു. നേരത്തെ ഇവർ ചോദിച്ചതുപോലെ ഈ ഒന്ന് തിരുവനന്തപുരത്ത് എത്തി SITക്ക് മുമ്പിൽ മൊഴി എഴുതാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ചെയ്യുമോ? ഒപ്പം തന്നെ ഇങ്ങനെ ഈ സ്മാർത്ഥ വിചാരം നടത്തുന്നതിനെ കുറിച്ചും ശ്രീ സാദിഖ് പറഞ്ഞു. ചില പേരുകൾ പറയുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് കരുതുന്നുണ്ടോ?
കേക്കൂ ജോയി നായരെ, ഇവിടെ വന്ന രണ്ട് ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒന്നിന്റെ വിഷയങ്ങൾ ഞാൻ പറയാം. ഞാൻ ചോദിച്ച രണ്ടുപേരും ചോദിച്ചു, ശ്രീ അഭിലാഷൻ ചോദിച്ചു. അല്ല കേക്കൂ, ജഡ്ജിയുടെ പേര് പറയും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം കേസ് അവസാനിപ്പിച്ചു എന്ന് ഇവിടെ സാദി സാറ് പറഞ്ഞു. അയാൾക്ക് അവിടെ പേടിയാണെന്നേ. അതുകൊണ്ടാണ് ആ ജഡ്ജി പറഞ്ഞത് ഇനി എന്റെ പേര് വരും, അതിനു മുന്നേ അവിടെ അവസാനിപ്പിക്കാന്ന്. താങ്കൾക്ക് മനസ്സിലായോ? താങ്കൾക്ക് മനസ്സിലായെങ്കിൽ പൊതുജനത്തിന് മനസ്സിലായിട്ടുണ്ട്. ജഡ്ജി പറയുന്നു ഇനി എന്റെ പേര് പറയും, ഭയന്ന് നിൽക്കുകയാണ്, പേടിച്ച് നിൽക്കുകയാണ്. അവിടെയാണ് ജഡ്ജി അവസാനിപ്പിച്ചത്. അത് താങ്കളൊന്ന് ഓർമ്മിക്കുന്നത് അത് അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ പേരും കൂടെ ചുമ്മാ കയറി പറഞ്ഞാൽ മാനം പോകുമെന്ന് പേടിച്ചട്ടാ. ആയുർ ബിജു ഒന്നും നേരെ ചൊവ്വയല്ല മനസ്സിലാക്കുന്നത്. വളഞ്ഞ വഴിയിലൂടെ ചിന്തിച്ചാൽ അങ്ങനെ പലതും തോന്നും. അല്ല, വിഡിത്തം വിളിച്ചു എന്നെ മെഴുകാനിരിക്കരുത്. ഇനി കാള പെറ്റു എന്ന് പറയുമ്പോ കയറെടുക്കുന്ന ആ രീതി ഞങ്ങൾക്കില്ലെന്നേ. കാള പെറ്റാലേ ഞങ്ങൾ കയറെടുക്കൂ, കാള പെറില്ലല്ലോ. സാദിഖ് സാൻ അറിയുമോ ഏത് കാളയാ പെറ്റിട്ടുള്ളത്? ഈ രാജ്യത്ത് ഒരു കാളയും പെറ്റിട്ടില്ലെന്നേ. അതുകൊണ്ട് കയറെടുക്കേണ്ട ആവശ്യം ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കൊണ്ട് കയറെടുപ്പിക്കും. അല്ലല്ല, ചോദ്യോത്തര വേദിയല്ലല്ലോ. കാള പെറ്റാലല്ലേ ഞങ്ങൾ ശരി ശരി, അത് മനസ്സിലായി. ഞാൻ നേരത്തെ അഭിലാഷ് ചോദിച്ചൊരു ചോദ്യം, മറ്റേ നിങ്ങൾ ഉന്നയിച്ച ആരോപണത്തിൽ മൊഴി കൊടുക്കാൻ തിരുവനന്തപുരത്ത് വരുന്നുണ്ടോ? ഞാൻ അതിലേക്ക് വരാം. ഞാൻ ഈ ഗുരുതരമായ ആരോപണമാണ് താങ്കൾ ഉന്നയിച്ചിരിക്കുന്നത്. അല്ല, ഘോരഘോരം 10 മിനിറ്റ് സംസാരിച്ച് സാദിഖ് സാറിന്റെ വാദങ്ങൾക്കൊരു ഒരു മറുവാദം കൊടുക്കട്ടെ. എന്നെ അനുവദിക്കും. സമയമില്ല, പെട്ടെന്ന് പറഞ്ഞു. ഒറ്റ മിനിറ്റ് കൂടി തരാനുള്ളൂ. പെട്ടെന്ന് പറയണം. അദ്ദേഹത്തിന് സമയം കൊടുത്തപ്പോ എനിക്ക് തരണ്ടേ. ഇനി ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നു എന്ന് പറയും. എവിടെയാണ് സാർ ഞങ്ങൾക്ക് ഉത്തരം മുട്ടിയത്? നെഞ്ച് പിരിച്ചാൽ ഞങ്ങൾ നിൽക്കുന്നത്. അതെ അതെ, നെഞ്ചിടിച്ചായിരിക്കും നിൽക്കുന്നത്. ഒരു കാരണവശാലുമല്ലെന്നേ. നെഞ്ചിടിപ്പ് ആക്കാണെന്നറിയാമോ? അതെ, നെഞ്ചിടിപ്പ് ഇപ്പോൾ അടൂർ പ്രകാശിന്, അദ്ദേഹത്തിന്റെ ബന്ധുവായ ബിജു രമേശിന്, അദ്ദേഹത്തിന്റെ കൂടെ നിന്ന ബെന്നി ബെഹനാന്, അവരെ കൊണ്ടുപോയി. ഈ ആ ഒരു പേര് എവിടെ നീട്ടിയെന്ന് എനിക്കറിയില്ല. ആ ഒരു പേരൊന്നും ശ്രീ ആയുർ ബിജു ഇല്ലാത്ത പേരുകളൊന്നും പറയണ്ട, വെറുതെ പുലിവാലാകും. ഒരു പേര് ഞാൻ 2 പേരുള്ളൂ. ഞാൻ 3 പേരെ വന്നുള്ളൂ. ബെന്നി ബെഹനാൻ, അടൂർ പ്രകാശ്, ബിജു രമേശ്. അതല്ല, പേര് മാറിപ്പോയി. ഓക്കെ നമുക്ക് അപ്പൊ ഈ പറഞ്ഞ ഈ വ്യക്തികൾക്കെതിരെ താങ്കളുടെ കയ്യിലുള്ള മൊഴി കൊടുക്കാൻ വേണ്ടി SITയുടെ മുന്നിൽ എത്തുമോ? അതിനുള്ള ധൈര്യമുണ്ടോ? ഇന്ന് ഞാൻ വരണ്ടല്ലോ, അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയല്ലേ? വിളിച്ചിട്ടുണ്ട്. ശരി ശരി, ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും താങ്കൾ ഈ കാര്യങ്ങൾ തന്നെ, താങ്കൾ ഈ പറഞ്ഞതുപോലെ ഏത് ചർച്ച പരിശോധിച്ചാലും, എവിടത്തെ ഏത് ചാനലിലെ ചർച്ച പരിശോധിച്ചാലും ഇതുപോലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് താങ്കൾ നേരത്തെ പോലെ ഈ മെഴുകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇടതുപക്ഷത്തെ നേതാക്കൾ. ശ്രീ അഡ്വക്കേറ്റ് അഭിലാഷ്, താങ്കൾക്ക് അവസാനിപ്പിക്കാം. ഇവിടെ ഇതുവരെ ശബരിമല വിഷയത്തിൽ എന്താണ് യാഥാർത്ഥ്യമെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ജോയ് നായർ മനസ്സിലായിട്ടുണ്ട്. അത് ചില മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രമാണ് കേരളത്തിൽ മനസ്സിലാകാത്തത്. അവരുടെ ഘടകകക്ഷിയായ CPIക്കും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ശബരിമല വിഷയത്തിൽ ശബരിമലയിലെ കളവിൽ ആരാണ് പ്രതിസ്ഥാനത്ത്, ആരാണ് കളവിന് കൂട്ടുനിന്നത്, ആരാണ് അയ്യൻ്റെ മുതൽ മോഷ്ടിച്ചു കൊണ്ട് പോയത് എന്നുള്ളത്, ആ യാഥാർത്ഥ്യങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അത് CPIക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മനസ്സിലാകാത്തത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അവരിപ്പോഴും പറയുന്നത് ഇതിൽ അവരിപ്പോഴും ചെയ്യുന്നത് വീണ്ടും ചില പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇതിൽ നിന്ന് ഓടിയൊളിക്കുവാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥമായ രീതിയിൽ യാഥാർത്ഥ്യത്തോടെ ഒരു അന്വേഷണം SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അന്വേഷണം അതിലെ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയിൽ ചെന്നെത്തും. അതിനുശേഷം പുതിയ കമ്മിറ്റി 2024 2019 കളവ് മറച്ചു വയ്ക്കുവാൻ വേണ്ടി 2024 വീണ്ടും കളവ് നടത്തി. അന്നത്തെ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ, അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ഉൾപ്പെടെ പ്രതിയാകാൻ പോവുകയാണ്.
ഇവിടെ നമുക്കൊന്നും നെഞ്ചിടിപ്പൊന്നുമില്ല. ഉറക്കം നഷ്ടപ്പെട്ടത് തിരുവനന്തപുരത്തുള്ള നിങ്ങളുടെ ഒരു പഴയ മന്ത്രിക്കാ. അദ്ദേഹം തന്നെ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞു, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, അയ്യപ്പൻ കാരണം ഉറക്കം കിട്ടില്ലെന്നേ. അത് യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അയ്യപ്പൻ്റെ ഒരു തരി പൊന്ന് കടകംപള്ളി സുരേന്ദ്രൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. അദ്ദേഹത്തിന് കഴിഞ്ഞ 100 ദിവസമായി ഉറക്കം കിട്ടാത്ത രാത്രികളാണ് കടകംപള്ളി സുരേന്ദ്രനുള്ളത്. ബിജു, അത് നിങ്ങൾ മനസ്സിലാക്ക്. അത് ഇന്നല്ലെങ്കിൽ നാളെ ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരും. തീർച്ചയായും. എന്തായാലും സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി കൂടുന്നു, കട്ടത് ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യങ്ങളെല്ലാം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത്തരം കാര്യങ്ങൾ ഓരോ ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴുമാണ് ചില ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി അതിനെ പ്രതിരോധിച്ച് ഒന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നതെന്നാണ് പൊതുവായി ഉയരുന്ന ആക്ഷേപം. നന്ദി അഡ്വക്കേറ്റ് അഭിലാഷ്. ഒപ്പം തന്നെ ശ്രീ ആയൂർ ബിജു, ശ്രീ സ്വാതിക്ക് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് 360 പൂർണ്ണമാകുന്നു. ജയ് ഹിന്ദ്.